ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മിക്കവാറും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും താഴെ വരുന്ന കമൻറ്റാണ് ഹെയർ റിലേറ്റഡ് വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ചെയ്യോ, ഹെയർ വാഷ് വീഡിയോ ചെയ്യോ, അങ്ങനെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോമൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു ഹെയർ കെയർ വീഡിയോ അല്ല, ഒരു ഹെയർ റുട്ടീൻ വീഡിയോ അല്ല, ഹെയർ വാഷ് വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, പക്ഷേ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാൾ മുന്നേ ഞാൻ എന്തിനെ ബേസ് ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യമേ ഞാൻ പറയാം. അപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മിക്ക ആളുകളും ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് ഇംഗ്ലീഷിൽ വായിക്കാം കേട്ടോ. ബേബീസ് ഇൻ സ്പെയിൻ ആർ ടേണിംഗ് വൂഫ് ലൈക്ക് വിത്ത് അൺയൂഷ്വൽ ഹെയർ ഗ്രോത്ത് ആഫ്റ്റർ പാരൻസ് കൺസ്യൂമിങ് ഹെയർ ലോസ് ഡ്രഗ്. അപ്പോൾ അതാണ് വാർത്ത. അതായത് സ്പെയിനിൽ റീസെൻ്റ്ലി കണ്ടുവരുന്ന രോഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫിസിക്കൽ കണ്ടീഷനാണ്. കുട്ടികളിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച കാണുന്നു. ആ രോമ വളർച്ച കാണുന്ന കുട്ടികളുടെ പാരൻസ് ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള രോമ വളർച്ച കണ്ടുവരുന്നത് എന്നാണ് സ്പെയിനിൽ ഒരു പഠനം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് സ്പെയിനിലേക്കൊന്നും യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഒരു മണിക്കൂറിൽ 2 എണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹെയർ ഗ്രോത്ത് വീഡിയോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് മായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ ഓയിൽസോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ഗമ്മീസ് പോലത്തേക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരുപാട് മരുന്നുകളും അതല്ലാത്ത തരത്തിലുള്ള ഈ ഡ്രഗ് ബേസ്ഡ് കമ്പനി ആയിട്ട് അങ്ങനത്തെ കമ്പനികളല്ലാതെ തന്നെ ഇപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് മരുന്നുകളും സാധനങ്ങളും ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, ഞാനടക്കമുള്ള ആളുകൾ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അലേർട്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ബാക്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനോടുള്ള ഇൻറ്റൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ ചെയ്യാനെന്ന് തോന്നി ചെയ്തു എന്ന് മാത്രം. നമ്മളെല്ലാവരും ഈ ഹെയർ അല്ലെങ്കിൽ മുടി വളരുന്നു, അല്ലെങ്കിൽ മുടി വളരാൻ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി, മുടി വളരുന്നതിന് വേണ്ടി മുടിയുടെ രഹസ്യം, ഞാനടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞ് തമ്മിലിട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു വസ്തുക്കളോ ഞാൻ അതിൽ ഉപയോഗിക്കാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഹെയർ റുട്ടീൻ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ തലയിൽ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് സാധനം സാധാ പച്ച വെളിച്ചെണ്ണയാണ്. ഈ പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഒന്നിൻ്റെയും പ്രൊമോഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഹെയർ കട്ട് റുട്ടീനും അതുപോലെ തന്നെ ഞാൻ എങ്ങനെ മുടി കഴുകുന്നതെന്നൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞ തമ്മിലിട്ടിട്ടുള്ള ആ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു പ്രോഡക്റ്റും ഞാൻ എന്ത് ചെയ്യാറില്ല, എൻ്റെ ചാനലിൽ വന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന എണ്ണ ഞാൻ ഇവിടെ റൂമിൽ ഇരിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് നല്ല ബ്രോൺകിയൽ ആസ്മ, ഫ്രെജൈൽ ആസ്മ എന്നുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് ഞാൻ എണ്ണ വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിൽ കൂടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഞാൻ ഒരു ലേശം എണ്ണ എടുത്ത് തൊട്ട് മാടുന്നത്. കാരണം എൻ്റെ മുടി ഇങ്ങനെ പൊട്ടി പോകുന്നത് കാണുമ്പോഴേ, കാരണം എനിക്കത് ഭയങ്കര അലർജിക് ആയതുകൊണ്ട് സാധാ വെളിച്ചെണ്ണ പോലും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഹെയർ പാക്ക് ഞാൻ കുറച്ച് മുന്നൊക്കെ വരെ ഉപയോഗിച്ചു. അത് എന്ത് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴം, പിന്നെ തൈര്, അതായത് മുടിക്ക് തണുപ്പ് കിട്ടുന്ന ഐറ്റം ഓഫ് സാധനം, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ചെമ്പരത്തിയുടെ താളി, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ എണ്ണയാണ് ഞാൻ പാർലർ പൊടി ചെയ്യുന്ന കാരണം എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എണ്ണ എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കൈ കടയും കൈ വേദനയും പെടലും ഒക്കെ വേദനിക്കുന്നതുകൊണ്ടാണ് എണ്ണ ഞാൻ പാർലർ പോയിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഡക്ട്സും എൻ്റെ ചാനൽ ഒരുപാട് വലിയ ചാനലൊന്നും അല്ലെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ഒരാളോടും ഒരു സാധനം ഉപയോഗിക്കാൻ പറയാറില്ല. പിന്നെ ഇത് ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്, അതായത് മുടി 1 മാസം കൊണ്ട് മുടി തഴച്ച് വളരുന്ന
പ്രോഡക്റ്റ് അല്ലെങ്കിൽ അത്രയും റിസൾട്ട് വരുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടൊരു ഘടന, നമുക്കൊരു ജനറ്റിക്കൽ ഒരു ഘടന ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇത്ര മുടി, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മുടിയേക്കാൾ കൂടുതൽ വളരുമ്പോൾ നമ്മുടെ ബോഡിയിൽ യൂഷ്വലി നടക്കുന്ന ബോഡിയിലുള്ള പ്രോസസ്സിൻ്റെ ഒരു എക്സ്ട്രാ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ മുടി എന്നല്ല ഏതാണെങ്കിലും ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ യൂഷ്വലി ഉള്ള മെലാനിൻ്റെ അളവ് അതിൽ മാറ്റം വരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ വരുന്നത്. ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ആലോചിച്ചിരുന്നുണ്ട്, ഓക്കെ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻ എടുക്കണം, ഒരു സിറ്റിങ്ങിന് 6000, 4-5 സിറ്റിങ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിൽ കിടക്കുന്നുണ്ടാവും, ഞാൻ ഇങ്ങനെ ഓരോ ഈ ക്ലിനിക്കിൽ ചോദിച്ചതിൻ്റെയും മെസ്സേജ് അയച്ചതിൻ്റെയൊക്കെ മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 6000 രൂപ ഒരു മാസം, അത് ഓരോ മന്ത്ലി ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ 3 മന്ത് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ റിസൾട്ട് വരും എന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിക്കും, അതുപോലെ തന്നെ അത് ചെയ്യാൻ ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാൾ. കാരണം ഒരു 3 മാസമൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാസത്തിൽ 2 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഷോർട്സ് വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു മാസം 12, 24, ഞാനിതിങ്ങനെ കണക്കൂട്ടി 19,000 രൂപയുടെ താഴെയല്ലേ വരുള്ളൂ. ആ സമയത്തേക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് എന്തായാലും ഗ്ലൂട്ടാത്തയോൺ എടുക്കാം, കല്യാണം ആകുമ്പോഴത്തേക്കും വെളുവിളാന്ന് പറഞ്ഞ് വെളുത്ത് തുടുത്ത് ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചതായിരുന്നേ. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റായി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്. കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, പിന്നെ ഇഞ്ചെക്ഷൻസ് ആയിരുന്നു. എനിക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കേണ്ടി, ഞാൻ ആ കിടക്കുന്ന കിടപ്പ് ഞാൻ ഗ്ലൂട്ടാത്തയോണെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം എനിക്ക് വയ്യാതെ എനിക്ക് ലങ്സ് ഇൻഫെക്ഷൻ വന്നു, ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് വരുന്ന വാൾവിന് ചെറിയൊരു ഒരു നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി അബ്നോർമാലിറ്റി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 8 ദിവസത്തെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ശ്വാസം കിട്ടാതെ കിടന്ന് പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വെച്ച് കിടന്നിട്ടുണ്ട്. ഈ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഞാൻ ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ. കല്യാണത്തിന് ശേഷമാണ് ഞാൻ വളരെ, അതായത് കല്യാണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഞാൻ അഡ്മിറ്റായി ഡിസ്ചാർജായി വന്നതിന് ശേഷം ആണ് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി എൻ്റെ ബോഡിക്ക് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നെ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗ്ലൂട്ടാത്തയോൺ എടുക്കണം എന്ന് വിചാരിച്ച് എനിക്ക് ഗ്ലൂട്ടാത്തയോൺ പോയിട്ട് ഒന്നും എടുക്കേണ്ടി വന്നില്ല. കുറച്ച് ദിവസം മര്യാദയ്ക്ക് വീട്ടിൽ ഹോസ്പിറ്റലിൽ കിടന്ന് സൂര്യപ്രകാശം ഒന്നും തട്ടാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും എൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തുള്ള സ്കാർസും എൻ്റെ കൊടുത്തുള്ള ഇതൊക്കെ, കാരണം നമ്മൾ എടുക്കുന്ന മരുന്നുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. കാരണം പോമഗ്രനേറ്റും ഡ്രാഗൺ ഫ്രൂട്ടും ഞാൻ കഴിച്ച് പിന്നെ എന്ത് കഴിച്ചാലും എനിക്ക് ഈ പറഞ്ഞ 2 സാധനങ്ങളുടെ ചോയ മാത്രമായിരുന്നു ടേസ്റ്റ്. അതായത് ചോറ് കഴിച്ചാലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരുന്ന് ചോയ, വേറെ എന്ത് കഴിച്ചാലും എനിക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും പോമഗ്രനേറ്റിൻ്റെയും ടേസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ എടുക്കുന്ന സാധനം അത്രയും നല്ലതായിരുന്നു, എൻ്റെ മുഖമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പൊതുവെ മടിയുള്ള ആളാണ്. ഞാനത് എടുക്കുന്നത് വല്ലാതെ ശ്രദ്ധാപൂർവ്വം എടുക്കാത്തത് കൊണ്ട് ഇപ്പം എൻ്റെ മുഖത്ത് സ്കാർസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഗ്ലൂട്ടാത്തയോൺ, അതുപോലെ തന്നെ ഇത്തരം ഈ 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് 1 മാസം കൊണ്ട് മുടി തഴച്ച് വളരും എന്നൊക്കെ പറയുന്ന സാധനം എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് യൂഷ്വലി നടക്കാത്ത ഈ ഒരു പ്രോസസ്സിലേക്ക് എന്തോ ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വീണ്ടും ഉള്ള ഈ ഒരു പ്രോസസ്സ് നടന്ന് നമുക്ക് 2 ആഴ്ചയിലും 3 ആഴ്ചയിലൊക്കെ നമ്മുടെ മുടി ഇങ്ങനെ തഴച്ച് വളരുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഈ പഠനം പ്രകാരം പറയുന്നത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് നമ്മുടെ ജനറ്റിക്കിനെ കൂടി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മരുന്നെടുത്തു, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഞാൻ ജന്മം കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനും കൂടി ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് വരിക എന്ന് പറയുന്നത് അത് ജനറ്റിക്കലി വരുന്ന നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മരുന്നുകളും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ലോസ്, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഹെയർ ലോസ് മേ ബി അതൊരു നോർമൽ ഹെയർ ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടി നമുക്ക് സാധാരണയായിട്ട് മുടി കൊഴിയുന്നതിനേക്കാൾ, ഇപ്പം സാധാരണ മുടി കൊഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 മുടി വരെ കൊഴിയാം എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അപ്പോൾ ഈ 100 മുടിയിലേക്കാൾ കൂടുതലൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പർപ്പിളോ അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മെറ്റിക് വെബ്സൈറ്റിലോ കയറിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എവിടെയെങ്കിലും കയറിയിട്ട് ഹെയർ ലോസിന് വരുന്ന അല്ലെങ്കിൽ ഹെയർ ലോസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക എന്നതല്ല, നമ്മളൊരു ഡോക്ടറെ പോയിട്ട് കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഡോക്ടറെ പോയിട്ട് കാണുമ്പോൾ പൈസ ഇല്ല, എനിക്ക് ഡോക്ടറെ കാണാൻ പൈസ ഇല്ല. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എത്രയോ സ്കിൻ ഡോക്ടേഴ്സും അതിൽ MD ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്, നമുക്ക് അവരെ പോയിട്ട് കാണാം. ഇപ്പോൾ കോസ്മെറ്റോളജി വരെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അവരെ പോയി കണ്ടിട്ട് ഓക്കെ എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് തൈറോയിഡ് ഇല്ല, എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഇല്ല, എനിക്ക് PCOD ഇല്ല,
എനിക്ക് ഫൈബ്രോയിഡ് ഇല്ല, ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ റോസ്മേരി വാട്ടർ അവൈലബിൾ ആണ്, അങ്ങനത്തെ ഈ ഗമ്മീസ് അവൈലബിൾ ആണ്, ഇതൊക്കെ അവൈലബിൾ ആണ്, അത് വാങ്ങി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എൻ്റെ ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ആരെയും പുഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരുടെയും മേളിൽ ഞാൻ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ അസാധാരണമായിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നല്ല മുടി കൊഴിച്ചിലാണ്. ഞാൻ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം എനിക്കത് എൻ്റെ മുടി ഇപ്പോൾ തീരെ കൊഴിയുന്നില്ല. എൻ്റെ മുടി എന്താ പറയുക ഇത്രയും കൊഴിയുന്നുള്ളൂ എന്ന് 2 മുടി എടുത്ത് കാണിക്കാം. അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ചിലപ്പോൾ വേണമെങ്കിൽ പിന്നെ ഒരു ഷോർട്സ് ഇട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ എടുക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്, ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ഡോക്ടറിനോട് ഞാൻ ഡോക്ടർ ചോദിച്ചു അതിന് വേറെ വല്ല മരുന്നും കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ മറുപടി ഇപ്പോൾ കുറച്ച് മുടിയല്ലേ പോകുന്നുള്ളൂ, നമുക്ക് ആദ്യം ലങ്സിൻ്റെ പ്രശ്നം മാറട്ടെ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ബിക്കോസ് എൻ്റെ മുടിയേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻസ് എനിക്ക് എപ്പോഴും എൻ്റെ ഇൻറ്റേർണൽ ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുടിയല്ല ബാഹ്യമായിട്ടുള്ള എല്ലാ സൗന്ദര്യങ്ങളും നമ്മൾ ഉള്ളിൽ ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, ആദ്യം നിൻ്റെ അസുഖങ്ങൾ മാറട്ടെ എന്നിട്ട് നമുക്ക് മുടിയെ പറ്റി ആലോചിക്കാം. കാരണം എൻ്റെ മുടി ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ, ഹെയർ വളരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പലരും വന്ന് കോമൻറ്റ് ഇടുമ്പോൾ ഞാൻ അതിനൊന്നും റിപ്ലൈ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിവാകുക എന്നല്ലാതെ ഞാനത് കറക്റ്റായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ബിക്കോസ് എനിക്കിപ്പോൾ നല്ല ഹെയർ ലോസ് ആണ്. ഇപ്പം ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും എനിക്ക് ഹെയർ ലോസ് ഇല്ല, എൻ്റെ മുടി വളരാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ മുടി വളരാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വീഡിയോ ഇടുക? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സിൻസിയറിറ്റി വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ കെയർ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നമ്മുടെ ഹെയർ ലോസിൻ്റെ കാരണം നമ്മുടെ ഇന്റേണലി വരുന്ന എന്തെങ്കിലും അസുഖങ്ങളാണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അതും ഇതും വാങ്ങി തേക്കലല്ല വേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കുക ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത് എത്ര ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ കുട്ടികളുടെ മുഖമൊക്കെ ഇതിൽ അത് കണ്ടോ, എനിക്ക് തോന്നുന്നത് AI ജനറേറ്റഡ് ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ കുട്ടികളുടെ മുഖം കണ്ടിട്ട്. പക്ഷേ അമിതമായിട്ടുള്ള രോമ വളർച്ചയുണ്ട്, അതിലൊരു സംശയമില്ല. ബിക്കോസ് അതിൻ്റെ എന്താ പറയുക തെളിവാണ് ഈ ഇരിക്കുന്ന ഞാൻ. അത് ലാസ്റ്റിലേക്ക് പറയാം എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാതിരുന്നത് ആദ്യം തന്നെ. ഞാൻ മുഖത്ത് ഒരു പൗഡർ, അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ സാധനമൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഞാനതൊക്കെ ഒറ്റ തവണ ഉപയോഗിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ്. ഏതോ ഒരു ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വന്നതിന് ശേഷം ഞാനൊരു ഹെയർ വാക്സിങ് അതായത് ഫേസ് വാക്സിങ് പൗഡർ മേടിച്ചു. ഇപ്പോൾ ഒരുപാട് നല്ല ബ്രാൻഡുകളുടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ അതിന് ശേഷം ഒരു ഹെയർ ഫേസ് വാക്സിങ് പൗഡറൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് എൻ്റെ വാക്സിൻ ഒക്കെ പോയി. പക്ഷെ എന്താണ് എനിക്ക് ഭയങ്കര നീറ്റം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ കരുതി നമ്മൾ സ്കിന്ന് സെൻസിറ്റീവ് അല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു തവണ അത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പം എൻ്റെ മുഖത്ത് ഇത്രയും രോമം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ആ വാക്സിന് മുന്നേ എൻ്റെ മുഖത്ത് ഇത്രയൊന്നും രോമം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ PCOD ഉള്ള ആളാണ്. തൈറോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. PCOD ഉള്ളത് കൊണ്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ എന്നാലും ആ PCOD ഉണ്ടായിരുന്ന ഇതിനേക്കാൾ സിവിയർ ആയിട്ടുള്ള PCOD ഉണ്ടായിരുന്ന സമയത്ത് പോലെ എൻ്റെ മുഖത്ത് ഇത്ര ഹെയർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പൗഡർ വെള്ളത്തിൽ കലക്കി ഞാനത് മുഖത്ത് തേച്ച് തുടച്ച് കളഞ്ഞ് വാക്സ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും അധികം ഹെയർ ഗ്രോത്ത് എൻ്റെ മുഖത്തുണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ 1-2 കൊല്ലം മുന്നത്തെ കാര്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ആകെ ചെയ്യാറ് പ്ലക്കർ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഇതാവുന്ന രോമം, നമുക്ക് കുറച്ച് കട്ടിയോട് കൂടി വരുന്ന രോമം ഞാൻ എടുത്ത് കളയാൻ നല്ലത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ മുഖത്ത് വാക്സ് ചെയ്തിരുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനെ കൂടുതൽ പരിപാടികളൊന്നും ഇപ്പം മുഖത്ത് ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലാതെ മറ്റൊരാൾക്ക് റോസ്മേരി വാട്ടറോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗമ്മീസോ കഴിച്ച് മുടി വളർന്നു എന്ന് കരുതിയിട്ട് നമുക്ക് എന്താവില്ല, അതാവില്ല. നമുക്കതിൻ്റെ കാരണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ആവില്ല നമുക്കത് വളരുന്നത്. ഓരോ മനുഷ്യനും ഓരോ ഇൻഡിവിജ്വലിനും മുടി കൊഴിയുന്നതിന് കാരണം വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഇന്റേണലുള്ള അസുഖത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മുടി സ്കാൽപ്പ് ഡ്രൈ ആയിട്ടാവും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓക്കെ ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ എക്സ്പീരിയൻസ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു വാക്സിൻ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതുപോലെ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ ഈ മുടിയിൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഈ പരസ്യത്തിൽ കാണുന്ന എല്ലാ സാധനവും വാങ്ങി പരീക്ഷിച്ച് നോക്കാതെ അവനവന് പറ്റുന്ന ടൈപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആണോ, നമ്മുടെ മുടി ഓയിലി ആണോ, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആണോ ഡ്രൈ ആണോ എന്നൊക്കെ നോക്കി പറ്റുമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും ഹെയർ മാസ്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി തലയിലും അതുപോലെ ഒന്നും വാരി തേക്കാതെ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ്, നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ കളറിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയ കളറിങ് ആണ് ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു എൻ്റെ മുടി ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നത് കൊണ്ടും പുതിയൊരു എക്സ്പെരിമെൻ്റ് ഒന്നും എൻ്റെ തലയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇപ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ കളർ ചെയ്തു, ആ കളർ ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ കളർ ചെയ്യുന്നത് അവിടുന്ന് തന്നെ പറയും പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ. അതായത് പിന്നീട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റുട്ടീനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ആ പാർലറിന്നോ അല്ലെങ്കിൽ ക്ലിനിക്കെന്നോ എവിടെ നിന്നാലും അവർ കൃത്യമായിട്ട് തരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. എപ്പോഴെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് ഹെയർ ഫോൾ വരുമ്പോൾ പിന്നീട് അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ റിസ്ക് എടുക്കുക. പിന്നെ കാരണം ഈ പറഞ്ഞ പോലെ മുടി പലർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അത് പകുതിക്ക് വെച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അത് വളർന്നു വരിക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്തത്, ഇപ്പം ഞാൻ ആ ഒരു വാർത്ത കണ്ടതുകൊണ്ടാണ്, നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അമിതമായിട്ട് രോമവളർച്ച കണ്ടുവരുന്നുണ്ട് പലരിൽ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു കണ്ടീഷനാണെന്ന്. കാരണം നമ്മുടെ കുട്ടികൾക്ക് തലയിലല്ല ഈ പറഞ്ഞത് മുഖത്തും കാലിലും കയ്യിലും ഒക്കെ അമിതമായിട്ട് രോമവളർച്ച കാണുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നീട് വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് നെഗറ്റീവ്ലി ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിത്തൗട്ട് ഒരു മെഡിക്കൽ നമ്മളൊരു കൺസൾട്ട് ചെയ്യാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തായാലും ഒരു മെഡിക്കൽ കൺസൾട്ടൻ്റ് എടുത്തിട്ട് മാത്രം നമ്മൾ ഇത്തരത്തിലുള്ളൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിൽ തോന്നുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ തന്നെ ഈ കോമൻസ് വരുന്നത് ഹെയർ കെയർ വീഡിയോ ചെയ്യോ, ഹെയർ പ്രോഡക്ട്സ് ഷെയർ ചെയ്യോ, ഹെയർ വാഷ് വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എൻ്റെ ബോഡിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ മറ്റൊരാളെ എന്താ പറയുക നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ആ ആളും കൂടി അത് ചെയ്ത് നോക്കിയിട്ട് അയാളുടെ ബോഡിക്ക് അത് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് ചെയ്തിട്ട് അത് അയാൾക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് പറ്റുന്ന കാര്യമാണ്, എൻ്റെ ബോഡിക്ക് ഇങ്ങനെയാണ്, എനിക്കിതിങ്ങനെ ഓക്കെ ആയതുകൊണ്ടാണ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ടാണ് പല വീഡിയോസും ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്നോട് ഹെയർ വാഷ് വീഡിയോ ചോദിച്ചവർക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് പലർക്കും പല രീതിയിലാവില്ല. ചിലപ്പോൾ ഈ കേളി ഹെയർ ചെയ്തവർക്കും അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്തവർക്കും മാത്രമേ അതൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊക്കെ നോർമലി ഹെയർ വാഷിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ ഹെയർ ഫോളൊക്കെ ഒന്ന് കുറയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്യേണ്ടത്. വളരെ നാച്ചുറലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യാറുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു പോലും ഇവിടെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ചെമ്പരത്തി താളിയാണ്. അത് നോർമൽ താളി ഉപയോഗിച്ചിട്ട് എൻ്റെ തലയിലെ എണ്ണ പോവാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതും മേടിച്ച് ഉപയോഗിക്കില്ല. കാരണം എനിക്ക് അത്രയും മടിയാണ് ചില പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏതെങ്കിലും ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചതല്ല. എനിക്കങ്ങനെ പറയാനും താല്പര്യമില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളോട് ഹെയർ കെയറിൻ്റെ വീഡിയോ ഇങ്ങനെ കുറേ ചോദിക്കുന്നത് ആയതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.